നമസ്കാരം പ്രിയമുള്ളവരെ. ഇലക്ഷൻ കഴിയുന്നതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷ വടക്കൻ കേരളത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായാലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റുകൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീറ്റ് കുറച്ച് ഏകദേശം 10 സീറ്റുകളോളം നേടാൻ കഴിഞ്ഞേക്കാം. വടക്കൻ കേരളത്തിലുണ്ടാകുന്ന തിരിച്ചടി, UDFിനുണ്ടാകുന്ന മേൽക്കൈ, അതുകൊണ്ടൊക്കെ ഒരുപക്ഷെ മറികടന്ന് നേരിയൊരു ഭൂരിപക്ഷത്തിനെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താം, മൂന്നാമത് പിണറായി സർക്കാർ രൂപീകരിക്കാം എന്നതായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തെക്കൻ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലും UDF നേട്ടമുണ്ടാക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും 10 സീറ്റുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന LDFിനും ഇപ്പോൾ ആ സീറ്റ് പ്രതീക്ഷയില്ല. UDFിൻ്റെ ഭാഗത്ത് നിന്ന് 6 8 സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നൊരു വിശകലനം അവരുടെ പ്രാദേശിക പാർട്ടി ഘടകങ്ങളും ജില്ലാ നേതൃത്വവും ഒക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയിലും ഒരുപക്ഷെ LDFിനേക്കാൾ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സമാസമം സീറ്റുകൾ എന്ന രീതിയിലേക്ക് എത്തിയേക്കാം LDFും UDFും തമ്മിൽ എന്ന ഒരു പൊതു ചർച്ച തിരുവനന്തപുരം ജില്ലയിൽ ബേസ് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ഇടയിലുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇലക്ഷൻ്റെ സമയത്ത് ആ ദിവസങ്ങളിൽ UDF നടപ്പിലാക്കിയ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലം അത് മിക്ക സ്ഥലങ്ങളിലും തിരുവനന്തപുരം ജില്ലയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കാണാം. പ്രത്യേകിച്ചും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു TT പ്രവീൺ, CSI സഭയുടെ ദക്ഷിണ കേരള മേധാവി. അദ്ദേഹത്തെ കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കുവാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം, അത് എന്ന് പറയുന്നത് LDFിന് ഒരിക്കലും അത് ഓവർകം ചെയ്യുന്ന ഒരു സമയം ലഭിച്ചില്ല. കാരണം അത് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു TT പ്രവീണിനെ കന്യാകുമാരി ജില്ലയിൽ, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തത്. അതിൻ്റെ ഒരു നേട്ടം തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ ഉണ്ടാകും എന്ന ഒരു വിശകലനം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. CSI സഭ പാറശാല, നേമം, അരുവിക്കര, നെയ്യാറ്റിൻകര എന്നീ മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ വോട്ട് ബാങ്കാണ്. TT പ്രവീണിനെ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ട് അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സഭയുടെ വോട്ടുകൾ ഈ മണ്ഡലങ്ങളിൽ UDFിന് അനുകൂലമായി വന്നു ഭവിച്ചേക്കാം എന്ന വിശകലനം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അരുവിക്കര, നെയ്യാറ്റിൻകര മുതലായ സീറ്റുകളും UDF പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേമത്തും അതിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടായേക്കാം എന്ന വിശകലനം വരികയാണ്. നേരത്തെ അരുവിക്കര നിയമസഭാ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർണയിച്ച VS ശിവകുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളൊക്കെ കേൾവി കേട്ടതാണ്. ഈ സമുദായിക ധ്രുവീകരണങ്ങളും കൂടിയൊക്കെ ഉണ്ടാകുന്ന പക്ഷം ഒരുപക്ഷെ VS ശിവകുമാർ അവിടെ നിന്ന് സ്റ്റീഫനെ പരാജയപ്പെടുത്തി വിജയിച്ചു വരുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം കാട്ടാക്കടയിലും MR ബൈജു അദ്ദേഹത്തിൻ്റെ ഒരു വിജയം പ്രവചിക്കപ്പെടുന്നുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങും അദ്ദേഹത്തിൻ്റെ വ്യക്തി മികവും ഒക്കെ ചേർന്ന് എന്ന ഒരു നിഗമനം വരുന്നുണ്ട്. നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് UDF തിരുവനന്തപുരം ജില്ലയിൽ വിജയിക്കും എന്ന് വിലയിരുത്തപ്പെട്ട ഏക മണ്ഡലം കോവളമായിരുന്നുവെങ്കിൽ പിന്നീട് CP ജോണിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയതുമൊക്കെ തിരുവനന്തപുരം മണ്ഡലം കൂടി UDFിന്, സെൻട്രൽ മണ്ഡലം കൂടി UDFിന് കിട്ടും എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് മുരളീധരൻ്റെ ഒരു വ്യക്തിപ്രഭാവമൊക്കെ കൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ദുർബലമായതുകൊണ്ടും വട്ടിയൂർക്കാവും കൂടി UDFിന് കിട്ടും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുത്തിയതെങ്കിൽ 3 മണ്ഡലങ്ങൾ മാത്രമാണ് ഇലക്ഷൻ കഴിയുന്ന സമയത്ത് UDFിന് കിട്ടും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവചിച്ചിരുന്നതെങ്കിൽ പിന്നീടുണ്ടായ ഈ CSI സഭയുടെ UDFിന് അനുകൂലമായ സമീപനങ്ങളൊക്കെ കൊണ്ട് കുറച്ചു മണ്ഡലങ്ങൾ കൂടി, ഒരുപക്ഷെ ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 6 7 8 മണ്ഡലങ്ങൾ UDFിന് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിശകലനം തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേമത്തും ഇപ്പോൾ UDF പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന നിഗമനം വരുന്നുണ്ട്. കാരണം അവിടെ മത്സരിക്കുന്ന ശബരിനാഥ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി, അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, ടാറ്റയിൽ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരിരുന്ന ഒരാളാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം, ശശി തരൂരിനെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിലൊക്കെ വിജയിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം വിദ്യാസമ്പന്നനാണ് എന്നതുകൂടിയാണ്. അപ്പോൾ അതൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ നേമത്തും ചെറിയ ഭൂരിപക്ഷത്തിനൊരു പക്ഷേ ശബരിനാഥ് വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വട്ടിയൂർക്കാവിൻ്റെ ഒരു ചരിത്രം. വട്ടിയൂർക്കാവ് 2016 ഇലക്ഷനിൽ CPM സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്, സീമ.
അവിടെ നിന്ന് 2019 പി കെ പ്രശാന്ത് മത്സരിക്കാൻ വരുമ്പോൾ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ടൗണിലെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥി 1-ാം സ്ഥാനത്താകുന്നത് ഒന്നും അത്ര വലിയ പുതുമയല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ശബരിനാഥ് പോലും അവിടെ നിന്ന് വിജയിച്ചു വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹവും വല്ലാതെ കോൺഫിഡൻറ്റ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന ചില വാർത്തകൾ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് വർക്കല, വാമനപുരം, അതുപോലെ ചിറയൻകീഴ് മണ്ഡലങ്ങളിൽ അതിലേതെങ്കിലും ഒരു മണ്ഡലം UDF കിട്ടിയേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. അവിടെ 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് സംസ്ഥാനമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ വർക്കലയിൽ വർക്കല കഹാർ, വാമനപുരത്ത് സുധീർ ശാപ്പാലോട്. ഈ 3 സീറ്റുകൾ കൂടി ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ UDF ലിസ്റ്റിലേക്ക് വന്നേക്കാം എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണെങ്കിൽ പോലും അത് UDF ബോണസായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ലഭിക്കുന്ന സീറ്റുകളായിരിക്കും. വർക്കല കഹാർ മുൻ വർക്കല MLA ആണ്. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ജോയിയെ മറികടക്കുന്ന രീതിയിലുള്ള പ്രകടനം വർക്കല മണ്ഡലത്തിൽ കാഴ്ചവെച്ചു എന്ന രാഷ്ട്രീയ നിഗമനം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ BJP സ്ഥാനാർത്ഥി ആദ്യം BDJSനായിരുന്നു ആ സീറ്റ് കൊടുത്തതെങ്കിലും പിന്നെ BJP അത് തിരികെ വാങ്ങി മത്സരിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPMൻ്റെ നേരത്തെയുള്ള വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. മാത്രമല്ല വർക്കലയിലെ പ്രമുഖ നേതാവ് സുന്ദരേശൻ്റെ മകളുമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ കുറച്ച് വോട്ടുകൾ CPMൻ്റേതായി വോട്ടുകൾ BJPയിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളും വർക്കല മണ്ഡലത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ CPMൻ്റെ ഒരു വിഭാഗം വോട്ടുകൾ BJPയിലേക്ക് മറിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ വർക്കൽ കഹാർ ഈസിയായിട്ട് വിജയിച്ചു വരാം എന്ന വിശകലനം വർക്കലയിൽ നിന്ന് വരുന്നുണ്ട്. രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് അതേ ഒരു രാഷ്ട്രീയ സാഹചര്യം ചിറയൻകീഴിലുമുണ്ട്. ചിറയൻകീഴിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അനൂപാണ് ഇപ്പോൾ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. പക്ഷേ അവിടെ ആദ്യം BJP സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചിരുന്നത് ആശാനാഥായിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ. പിന്നീട് സീറ്റ് കിട്ടാത്തതുകൊണ്ട്, കോൺഗ്രസിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് അനൂപ് BJPയിലേക്ക് വന്നതുകൊണ്ടാണ് BJP അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ ആശാനാഥിനോളം വലിയ പ്രകടനം കാഴ്ചവെക്കാൻ, അത്രത്തോളം വോട്ടുകൾ ഒരുപക്ഷെ അനൂപിന് മണ്ഡലത്തിൽ നിലനിർത്തുവാൻ കഴിയില്ല BJPക്ക് വേണ്ടി എന്ന ഒരു ചർച്ച മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ രമ്യ ഹരിദാസിന് മുതലാക്കാൻ കഴിഞ്ഞേക്കാം എന്ന വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഏറ്റവും വലിയ അട്ടിമറി സാധ്യത ഒരുപക്ഷെ കേരള നിയമസഭാ ഇലക്ഷൻ 2026 ചിറയൻകീഴിൽ നിന്നായിരിക്കുമെന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. രമ്യ ഹരിദാസ് അവിടെ നിന്ന് വിജയിച്ചു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ പാലക്കാടും തൃശ്ശൂരും കണ്ണൂരും മാത്രമായിരിക്കും LDF സീറ്റ് വിഹിതത്തിൽ UDFിനേക്കാളും മുന്നിലെത്തുക എന്ന ഒരു വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. അവസാന നിമിഷങ്ങളിൽ തിരുവനന്തപുരത്തും കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങുകൾ കൊണ്ട്, സ്ഥാനാർത്ഥി മികവ് കൊണ്ടും UDF LDFിൻ്റെ അപ്രമാദിത്വത്തെ മറികടക്കുന്നു എന്ന രാഷ്ട്രീയ ചിത്രം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.